ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്ലാക്ക് ഓർ വൈറ്റ്. അപ്പോൾ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് ഇതൊരു 5 വലിയ വഴുതനങ്ങ 6ആയിട്ട് മുറിച്ചാണ്. അപ്പോൾ ഇത്രയും വലിയ സൈസിൽ വേണം മുറിക്കേണ്ടത്, എന്നാലേ നമുക്കിതൊന്ന് കടിച്ച് തിന്നാനുള്ള ആ ഒരു പാകത്തിൽ കിട്ടത്തുള്ളൂ. പിന്നെ 2 മുരിങ്ങയ്ക്ക ഈ സൈസിൽ മുറിച്ചെടുത്തത്, ഒരു വിരലിൻ്റെ വലിപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടെ അതിനകത്ത് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കളർ ചേഞ്ച് ആവാതിരിക്കാനാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇതൊരു നമ്മൾ കൂട്ടാൻ വയ്ക്കുന്നതിന് വരെ ഇതൊന്ന് വെള്ളത്തിൽ കിടന്നാൽ മതി. ഇത് മാറ്റി വയ്ക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ആഡ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് 1/2 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ജീരകം അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയി നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഇല്ലാതെ പോവും. അത് ലോ ഫ്ലെയിമിലിട്ട് വേണം മൂപ്പിക്കേണ്ട. ഒരു 10 to 12 കൊച്ചുള്ളിയാണ് 2ആയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ കട്ട് ചെയ്യാതെ കൂടെ ഇടാം, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. കൊച്ചുള്ളി നല്ല കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. കുറച്ച് കരിയാപ്പില അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 2 തക്കാളി എടുക്കാം. തക്കാളി സാധാരണ ചെറുതായിട്ട് മുറിച്ച് നമ്മൾ കറിയിൽ ആഡ് ചെയ്യുന്നില്ല, പകരം അതൊരു കമ്പിയിൽ കൊത്തി നമ്മളൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാനാണ് പോകുന്നത്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യമനുസരിച്ച് അളവ് കൂട്ടാനും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഗ്യാസിൽ വെച്ച് ഇതൊന്ന് വാട്ടിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം വാട്ടിയെടുക്കണ്ടേ, അല്ലെങ്കിൽ തക്കാളി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ കമ്പി ചൂടാവാനും നമ്മുടെ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 5 to 6 മിനിറ്റ്സ് എടുക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടാൻ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ഇരിഞ്ഞ് വരും. ചെറുതായിട്ടൊന്ന് ബ്ലാക്കിഷ് പോലായി നന്നായിട്ട് തൊലിയൊക്കെ തന്നെത്താനെ ഇളകി വരും. ഇങ്ങനെ ചെയ്യുന്ന നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ്. വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പം നമ്മൾ ഏകദേശം ആയിട്ടുണ്ട്. ഒന്ന് ഒരു പാത്രത്തിൽ വെച്ച് തണുപ്പിക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഒരു 10-12 വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കാം. ചതയ്ക്കണ്ട, അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയാണ്, അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ഹോം മെയ്ഡാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ കരിയാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് മൂത്ത് വരുമ്പം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി വഴുതനങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ചേർക്കാം. വഴുതനങ്ങ എപ്പോഴും ഇച്ചിരി വലിയ പീസിൽ വേണം കണ്ടിക്കണ്ടേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ വെജിറ്റബിൾസിൽ നന്നായിട്ട് പറ്റി വരണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. തക്കാളി ചൂടായിട്ടുണ്ട്, ഒന്ന് എടുക്കാം. എടുത്തിട്ട് തൊലി ഒന്ന് മാറ്റാം. ഈ സൈഡ് തൊലി ഇളക്കിയെടുക്കാം.
ഈ തക്കാളിയുടെ തൊലിയും കൂടെ ഇട്ട് കളയാം. ചെറിയൊരു ചൂടുണ്ട്, അത് സാരമില്ല. അപ്പം നമുക്കൊന്ന് ഒരു മിക്സി ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഏകദേശം ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് വെജിറ്റബിൾസിൽ പിടിക്കണം. ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അതിനുശേഷം അടച്ചു വയ്ക്കാം. ഇതിന് അരയ്ക്കാനായിട്ട് നാളികേരം, അരമുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ആ തിരുമിയെടുത്ത തേങ്ങ മിക്സി ജാറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വേറൊന്നും ആഡ് ചെയ്യേണ്ട, കുറച്ച് വെള്ളവും കൂടെ മാത്രം ചേർത്ത് ഞാൻ അരച്ച് എടുക്കാൻ പോവാണ്. ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കേണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ പരുവം. വെജിറ്റബിൾസൊക്കെ ഏതാണ്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിനോട് ഈ അരച്ച് വെച്ച തേങ്ങാ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും, അല്ല ഗ്രേവി തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്, എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. ഇച്ചിരി വെറൈറ്റി ഒരു കറിയും കൂടെയാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യേണ്ട. ഹൈ ഫ്ലെയിമിലാകുമ്പം ആ പ്രതീക്ഷ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഡ്രംസ്റ്റിക് ബ്രിഞ്ചോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ചോറിനോടൊക്കെ വളരെ സൂപ്പറാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം വേണ്ടാത്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.